ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് പ്രിയപ്പെട്ടതാകുന്ന ഒരു ഡിഷാണിത്. ഇതും എൻ്റെ കസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ബസ്മതി റൈസ് ഒന്ന് സൂക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ കയ്യിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ആകെ രണ്ടേ രണ്ട് പറയണ്ട, ആകെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടുള്ളൂ. വെളുത്തുള്ളി കുറച്ച് നന്നായിട്ട് എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടിയും ഒരു നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇത് കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും കുറച്ച് സ്പൈസ് ഇഷ്ടമാണ്, അതുകൊണ്ട് എരിവ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് മിക്സ് ചെയ്ത് ചതച്ചെടുക്കണം. എന്നിട്ടാണ് നെക്സ്റ്റ് പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ റൈസ് മിക്സ് ചെയ്യാനുള്ള എന്തെടുക്കണം, ഒരു പാൻ എടുക്കണം. അതിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഓയിലല്ല. ഇതിന് വെളിച്ചെണ്ണയാണ് എടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, അതായത് പാൻ ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് 1-2 സവാള അരിഞ്ഞിട്ട് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം. സവാള വേഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ പൊതുവേ ഒരു നുള്ളു ഉപ്പ് ചേർക്കുമല്ലോ, അത് തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്യുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് അതിനെ വാട്ടിയെടുക്കണം കേട്ടോ. നന്നായി വാടി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, വെളുത്തുള്ളിയും മുളക് പൊടിയും ഗരം മസാലയും ചേർത്ത മിക്സ്, ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി അതിനെ വേവിച്ചെടുക്കണം. ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്നറിയോ, ഒരു ഫിലിമിലെ ഡയലോഗില്ലേ, കടുക് വറ കടുക് വറ കടുക് വറ അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർക്കാം. ഇപ്പം ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി, നമ്മൾ മുട്ട വറവൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അങ്ങനെ ചിക്കി വറുക്കുന്നില്ല, അതേപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് ഈ നമ്മൾ ചേർത്ത മസാലയും മുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്ത്, മുട്ട വറവ് പോലെ തന്നെ ആകും അത്, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചിക്കി വറക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നന്നായിട്ട് ഇത് കരിഞ്ഞു പോകാൻ, അതിൻ്റെ രുചി മാറാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്ത്, ഡെക്കറേഷനും രുചിക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, മല്ലിയില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് മയോണൈസ് ആണ് കേട്ടോ.